പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. മധുര വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും മുന്തിരിയൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായാൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. അതുപോലെ നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും മുന്തിരി തൈകൾ ലഭ്യമാണ്. നല്ല നല്ല നഴ്സറികളിൽ നല്ല മുന്തിയ ഇനത്തിലുള്ള ഹൈബ്രിഡ് തൈകൾ ലഭ്യമാണ്. അപ്പോൾ എൻ്റെ ഷോപ്പിൽ നിന്ന് ഓരോരുത്തരും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 2 പേരൂടെ വന്ന് അവർക്ക് മുന്തിരി അന്ന് കൊണ്ടുപോയ മുന്തിരി തൈകൾ നന്നായിട്ട് പടർന്ന് അവരിങ്ങനെ നെറ്റിൻ്റെ ഷീറ്റ് അടിച്ചിട്ട് അതിലേക്ക് പടർത്തിയേക്കോ നല്ല രീതിയിൽ പടർന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഇനി എന്താ വളമിട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തുമാത്രം പടർന്നെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു കുറച്ചധികം നന്നായിട്ട് പടർന്നിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞ് അതിനി ചെയ്യണം വെച്ചാൽ പ്രൂണിങ് ചെയ്യണം. അത് ഏകദേശം നമുക്ക് ചെയ്യേണ്ട ഒരു ടൈമുണ്ട്, അതനുസരിച്ച് വേണം ചെയ്യും. ഇപ്പം നിങ്ങൾ തൽക്കാലം വളം ഇട്ട് കൊടുക്കും, ഒന്നുകൂടെ നല്ല ദൃഢമാകട്ടെ, അതിന് തണ്ടുകളെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഈ വീട്ടുവളപ്പിൽ നമുക്ക് ചെറിയൊരു മുന്തിരി നട്ട് കൊടുത്ത് അത് നന്നായിട്ട് പടർത്തിയെടുക്കണം. പടർത്തിയെടുക്കുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ആ കരുത്തും വളരുന്ന ഒരു ശക്തിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുന്തിരിത്തൈകൾക്ക് നല്ല അടിവളം ഇട്ട് വേണം നട്ട് കൊടുക്കാൻ. എല്ലുപൊടിയും വേപ്പിപ്പിണ്ണാക്കും ചൈരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് വേണം നടാനായിട്ട്. അങ്ങനെ നടുന്ന തൈകളാണ് നല്ല ശക്തിയിൽ വരുന്നത്. പിന്നെ ഒരു 2 മാസം കൂടി ഇരിക്കുമ്പോഴും നന്നായിട്ട് അടിവളം തടവെടുത്തിട്ട് വളമിട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്നുകൂടെ ശക്തിയായിട്ട് തന്നെ നല്ല ഗ്രോത്തിൽ ആ ചെടി പടരുകയും വളരുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ തൈകൾ നമ്മൾ ഇടയ്ക്ക് മഴയൊക്കെ ഉള്ള സമയത്ത് ഇതിന് അഴുകൽ ഫംഗസ് ബാധയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്യൂഡോമോണാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ബോർഡോ മിശ്രം എന്ന് പറയും, തുരിശും കുമ്മായം കൂടെ ചേർത്ത് വളരെ ലൈറ്റായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്കുണ്ടാകുന്ന അഴുകൽ, ചെറിയ ചെറിയ കീടബാധ, ഫംഗസ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നീട് നമ്മളൊരു ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കിന് ഇത് പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ എത്ര വളർന്ന തൈകളായാലും മെയിൻ ശിഖരത്തിൽ നിന്ന് പിന്നെ ശാഖകളുണ്ടാകല്ലോ, ഈ ശാഖകളിൽ നിന്ന് വരുന്ന ശാഖകളൊക്കെ അത് 3 തണ്ടുണ്ട്, മുട്ട് പോലുണ്ട്. അത് 3 എണ്ണം നിർത്തിയിട്ട് ബാക്കി എല്ലാം കട്ട് ചെയ്ത് കളയണം. ഇലകളും അതിലെ ചെറിയ ചെറിയ ശാഖകളും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു മാസം ആകാറാകുമ്പോഴത്തേക്കിന് തന്നെ ഇതിനകത്ത് അടുത്ത മൂളങ്ങൾ വരും. ഈ മൂളങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാം പൂക്കളായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഡോളാമൈറ്റ് തടത്തിലിട്ട് കൊടുക്കണം. ഡോളാമൈറ്റ് ഇട്ടൊരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കിന് എല്ലുപൊടി, കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇവയൊക്കെ ചാണകപ്പൊടി ഇവയൊക്കെ മിശ്രിതമായിട്ട് തടത്തിൽ നന്നായിട്ട് വെള്ളം എടുത്ത് കൊടുക്കണം, വെള്ളം ഒഴിക്കണം. ജലസേചനം മസ്റ്റാണ്. മുന്തിരിത്തൈകൾക്ക് നന്നായിട്ട് ജലം ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ ഇതെല്ലാം വളർന്ന് വലുതാകത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമ്മളൊരു 10 ദിവസം വളമിട്ടതിന് 10 ദിവസം കഴിഞ്ഞാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നതിരിക്കട്ടെ. പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ചെടികളുടെ ഇലയെല്ലാം പോകുമ്പോൾ ചെടി ഇതിൽ നിന്ന് ആർജിച്ചൊരു കരുത്തോടെ വളരും. അപ്പോൾ ഈ ഇട്ട വളവും ലവണങ്ങളും ഉപയോഗിച്ച് ചെടികൾ നന്നായിട്ട് അങ്ങോട്ട് വളരാൻ തുടങ്ങുമ്പം തന്നെ ഇതിന് പൂമൊട്ടുകളാണ് ഉണ്ടാകുന്നത്. ഈ പൂമൊട്ടുകളെല്ലാം വിരിഞ്ഞ് ഒരു ജനുവരി പകുതി ആകുമ്പോഴത്തേക്കിന് കായകളായി മാറും, ഒന്നും പോകാതിരിക്കുവാണെങ്കിൽ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ജൈവ കീടനാശിനി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പ്രാണികളുടെയും കീടങ്ങളുടെയും ഒക്കെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇത് ഏകദേശം ഒരു 3 മാസം കൊണ്ട് പഴുത്ത് നന്നായിട്ട് നമുക്ക് വിളവെടുക്കാൻ പരുവത്തിലാകും. അപ്പം നമ്മുടെ കുറച്ച് സ്ഥലത്തും മുന്തിരിത്തൈകൾ നമുക്ക് നന്നായിട്ട് പടർത്തി മുന്തിരി അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിന് കറക്റ്റ് സമയത്ത് പരിചരണം ആവശ്യമാണ്, അതും എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് മുന്തിരികൾ നമുക്ക് നടാനും അതിൽ നിന്ന് ഫലമെടുക്കാനും പറ്റും. നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് നമുക്ക് നല്ല വിഷമയമില്ലാത്ത ഓർഗാനിക്കായിട്ട് ഉള്ള മുന്തിരികൾ നമുക്ക് പറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മുന്തിരി കൃഷി.